താൽക്കാലികമായി അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. സർക്കാർ വാക്കു പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, UDF സമരം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ലീഗ് ഇപ്പോഴും അതൃപ്തിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇന്ന് മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി UDF-മായി ആലോചിച്ച് സമരം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് അവർ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയത്. അതിൽ പ്രധാന കാരണമായി അവർ പറയുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള 4 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ 2-അംഗ കമ്മീഷൻ ജൂലൈ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ അതുവരെ താൽക്കാലികമായി സമരം നിർത്തിവെക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ MSF-ഉം KSU-വും തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ 2-അംഗ കമ്മീഷനെ തള്ളിപ്പറയുന്നു. അവർ പഴയ കാർഷികൻ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പരിഗണിക്കണമെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ MSF ഈ 2-അംഗ കമ്മീഷൻ അംഗീകരിക്കുകയും ആ 2-അംഗ കമ്മീഷൻ 5-ാം തീയതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ശേഷം തുടർ സമരത്തിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. MSF മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അവർ വ്യക്തമാക്കുമ്പോഴും മലപ്പുറം ജില്ലാ കമ്മിറ്റി, ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഈ 2-അംഗ കമ്മീഷനെ തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതും. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.